ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നാഞ്ചല്ലൂർക്കാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പൊ നാഞ്ചല്ലൂർക്കാരൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് രണ്ട് വൃദ്ധ ദമ്പതികൾ അവരുടെ വീട്ടുവളപ്പിനകത്ത് ചെയ്തിരിക്കുന്ന വിവിധ തരം കൃഷികളെ കുറിച്ചാണ്. അങ്ങനെ വിവിധ തരം കൃഷികൾ അവരവിടെ ചെയ്യുന്നുണ്ട്. കാര്യം ഇത് ചെയ്യുന്നത് ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് അധ്യാപികയും അവരുടെ ഹസ്ബൻഡും കൂടിയാണ്. അപ്പൊ ഇത് സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കാട്ടാക്കട പഞ്ചായത്തിലെ കുളത്തോട്ട് ഗേറ്റിൽ ഇത്രയും നല്ല ഭംഗിയായിട്ട് ബോർഡുകൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇതിനകത്ത് സാധനങ്ങൾ, ഈ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ബോർഡാണ്. അപ്പൊ സ്ഥിരം ഇങ്ങനെ ഈ ബോർഡ് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടണമെന്ന് തീരുമാനിച്ചത്. നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് കയറാം. നല്ല ഒരു അക്വേറിയം ഇതിനകത്ത് കയറിയതുപോലെയുണ്ട്. നിറച്ച് മത്സ്യങ്ങളുണ്ട്. വിവിധ തരം മത്സ്യങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഈ കൊഞ്ച്, പല വെറൈറ്റി കൊഞ്ചുകൾ, 2-3 വെറൈറ്റി കൊഞ്ച് ഇതിനകത്ത്. ചിലപ്പോൾ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇത്തരത്തിൽ വെറൈറ്റി കൊഞ്ചുകൾ. അപ്പോൾ ഇതവർ ഈ അക്വേറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കും. പക്ഷെ എന്തായാലും വീട്ടിൻ്റെ മുൻവശത്തെത്തിയപ്പോൾ തന്നെ ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ നല്ലൊരു ശുഭലക്ഷണമാണ്. നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ ഒന്ന് വിളിക്കാം. ഹായ് മാഡം, സുഖമാണല്ലോ? ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ മഹത് വ്യക്തികൾ ഇവരാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് അറിയണമെങ്കിൽ ഇവരുടെ തോട്ടത്തിലേക്ക് കിടക്കണം. അപ്പം നമുക്ക് തോട്ടത്തിൽ കയറി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. ഓക്കെ. ഇത് അവർക്ക് ആവശ്യമായ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. അപ്പം വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്. ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് ഇപ്പം കാലാവസ്ഥ നല്ല ശക്തിയായി നിൽക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ അതിനെ പരിപാലിച്ചെടുക്കുന്നുണ്ട്. മാഡം, ഇതെന്തോന്നാണ് സാധനം? ഇതെന്തിനു ഉപയോഗിക്കുന്നതാണ്? ഇത് ഔഷധ സസ്യമാണ്. ഇത് നെർവസ് സിസ്റ്റത്തിനൊക്കെ നല്ലതാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഇതിൻ്റെ അൽഷിമസ് ഡിസീസിന് വളരെ നല്ല ഒരു മെഡിസിനാണ് ഇത്. പിന്നെ കോഴികൾക്കൊക്കെ അസുഖം വന്നാലും നമ്മൾ ഇതിനെ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന കൊടിഞ്ഞിലിൻ്റെ വേറൊരു രൂപമാണ്. അപ്പം സാധാരണ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന കൊടിഞ്ഞിൽ അത് വേറൊരു കുറച്ചുകൂടി ചെറിയ ഇലയായിരിക്കും. അപ്പോൾ ഇത് വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു സാധനമാണ്. അൾസിമേഷൻസ് ഉള്ള രോഗികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ ഫലപ്രദമാവുമെന്നാണ് മാഡം പറയുന്നത്. ഇതെന്തോന്ന് പേര് മാഡം? ഇത് ഇല ഇങ്ങനെ ഡബിൾ കളറാണ്. ഇത് കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. നമുക്ക് പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ട്രീസ് ഇവിടെ ഉണ്ട്. മോർ ദാൻ 110 ഡിഫറെന്റ് വെറൈറ്റീസ്. അപ്പൊ നമുക്ക് ഇല്ലാത്ത എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ നമ്മുടെ കളക്ഷൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ്. അതിവിടെ ഉടനെ കായ്ക്കാനും തുടങ്ങി. ഇത് ഏത് ടൈപ്പാണ്? ഇത് മധുരം ഉള്ളതാണോ അതോ മധുരം നല്ല മധുരമുള്ള? ഏത് കാലാവസ്ഥയിലും കായ്ക്കുന്ന ടൈപ്പ്. ഇത് വഴുതനങ്ങയല്ലേ? ഇത് വഴുതനങ്ങയാണ്. ഇത് പർപ്പിൾ കളർ. നമുക്ക് ഇതിന്റെ പച്ചയും ഉണ്ട്. ഇത് ഏറ്റവും വലുതാവുന്ന ഇത്ര തന്നെ? ഇതാ ഇതിപ്പം ജസ്റ്റ് അത് ബ്ലൂം ചെയ്ത് അത് കായായതേ ഉള്ളൂ. ഇത് നല്ല നീളമാവും. കോഴിയമരാന്ന് പറയും. ഇതില് പേർപ്പിളും ഉണ്ട്, പച്ചയും ഉണ്ട്. നമുക്കിവിടെ പച്ചയാണ്. കോഴിയമരം അതൊന്ന് മുന്തിരി. ഗ്രേപ്സ് ഒക്കെ അടിപൊളിയായിട്ട് വളർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വീതിക്കൊരു ഇത് കെട്ടി അതിനകത്ത് മണ്ണ്, അതിനകത്ത് വേണ്ട സാധനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വളരെ വളരെ നല്ല ഭംഗിയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് ഏതാണ്? പച്ച കളർ. ഇത് അല്ല, ഇത് പച്ച കളർ തന്നെ. ഇത് നല്ല കയ്പുള്ളതാണ്. കയ്പുണ്ട്. അപ്പൊ നമ്മളെ ഈ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഒരു തരം നല്ല പച്ചയുള്ള പിന്നെ പാവലാണ്.
സാധാരണ പൊതുവേ പറയുന്ന അരളി വിഷമെന്നാണ്. എന്നാലും നമ്മളിവിടെ ഒരു അരളി ഭംഗിക്ക് വേണ്ടി ഇവിടെ നട്ടിട്ടുണ്ട്. കിലോ പേര എന്ന് പറയും, വലിയ പേരയ്ക്കാണ് ഇത്. നമുക്ക് ഓൾറെഡി 2 നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ അടുത്ത സെറ്റ് പൂ വരാൻ തുടങ്ങി. ഇത് നട്ടിട്ട് ഇപ്പോൾ ഒരു 3 മാസമായതേ ഉള്ളൂ. ഇത് പുളിയുള്ള ഓറഞ്ചാണ്. ഇത് നീളം ശാലം ഉണ്ട്, ഉരുണ്ട ടൈപ്പ് അല്ല. ഇവിടെ നമുക്ക് ഗ്രേപ്സ് എത്ര ഐറ്റം ഉണ്ട് മേഡം? നമുക്കിവിടെ 6 ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് കാച്ചു തുടങ്ങിയോ ഇവിടെ ഗ്രേപ്സ്? മേളിലുള്ളത് ഇത് 3rd ഇയർ ആണ്. 2 വർഷം നമുക്ക് കാച്ചു. മേളിലുള്ളത് ഇതിപ്പം ചെയ്താണ്? ഇതെല്ലാം ഇപ്പം നട്ടതാണ്. ഈ ഗ്രേപ്സ് ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഇത് മേളിലുള്ള നമ്മുടെ നാട് ഇവിടെ തന്നെയുള്ളത്. ഇത് നല്ല പുളിയുള്ളതാണോ അതോ മധുരമുള്ളതാണോ? നല്ല മധുരമുള്ളതാണ്. ഏത് കളർ? പച്ച കളറാ? പച്ചയുണ്ട്, പേർപ്പിളും ഉണ്ട്. അകത്ത് കുരുവില്ലാത്തത് ഉണ്ട്. എന്നേ നമ്മൾ പടത്തി കൊണ്ടുവരുമല്ലേ. 2ാമത്തെ നെല്ലയുടെ മേളിൽ കയറി വന്ന് കാച്ചപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ. സെക്കൻഡ് ടൈം നമുക്ക് 1 കിലോയ്ക്കേ കിട്ടി കാണുള്ളൂ. ഇപ്പോഴാണ് ഇത്രയും പന്തലായത്. ചുവന്ന വെണ്ടയ്ക്ക. അപ്പൊ നമ്മളെ പലരും ആനക്കൊമ്പനൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ചുവന്നതാണ്. നമ്മൾ ഈ അഗസ്ത്യക്കീര ഒരൈറ്റം ആയിരിക്കും മിക്ക ആൾക്കാരും കണ്ടിട്ടുള്ളത്, പക്ഷെ ഇതിപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇതിപ്പോ അഗസ്ത്യക്കീരയുടെ റെഡ് ആണ്. പിന്നെ അടുത്ത് താഴെ തൊടിയിലേക്ക് പോകുമ്പോൾ അവിടെ വൈറ്റ് നട്ടിട്ടുണ്ട്. അത് വലിയ മരമായിട്ടുണ്ട്. അപ്പൊ അതില് നിറച്ച് പൂ കിട്ടുമെന്നാണ് പറയുന്നത്. കണ്ടോ, ഇത് കണ്ടാൽ നമ്മുടെ ഗ്രേപ്സ് പോലെ ഇരിക്കും, പക്ഷെ ഇതൊരു മുളകാണ്. സാധാരണ നമ്മളെ കത്തിരിയും ഇവിടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ, നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ മേഡം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മേഡവും ഹസ്ബൻഡും കൂടി നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ നോക്കുന്നത്, ഈ തോട്ടം നോക്കുന്നത്. അപ്പൊ ഇത് നമ്മളിവിടെ തൈരിലിട്ട് ഉണക്കിയൊക്കെ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. നിറച്ച് കാച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മട്ടുപ്പാവിലെ കൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇതേപോലെ നമുക്കും ചെയ്യാൻ സാധിക്കും. നമ്മുടെ മട്ടുപ്പാവിൽ നമുക്കും ഇതേപോലെ എല്ലാം ചെയ്യാൻ സാധിക്കും. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ആ വീഡിയോസ് കിട്ടുന്നതിലേക്കായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പം പുതിയൊരു വീഡിയോയുമായി നഞ്ചറക്കാരൻ നിങ്ങളെ അടുത്ത് എത്തുന്നവരേക്കും ബൈ.